ജയസറാം പുണ്യാത്മാക്കളെ സാദരപ്രണാമം. പണ്ടൂർ ചെറുകോട് ആഞ്ജനേയാശ്രമത്തിൻ്റെ 4ാമത് വാർഷികാഘോഷം ഈ വരുന്ന മാർച്ച് മാസം 25-ാം തീയതി മുതൽ ഏപ്രിൽ മാസം 17-ാം തീയതി വരെയുള്ള 25 ദിവസങ്ങളിലായിട്ട് നടക്കുകയാണ്. മാർച്ച് 25-ാം തീയതി മുതൽ ഏപ്രിൽ 8-ാം തീയതി വരെയുള്ള 15 ദിവസം കേരളം, കർണാടകം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ശ്രീരാമ രഥയാത്ര നടക്കുന്നു. മാർച്ച് 25-ന് രാവിലെ 10 മണിയോടുകൂടി ചെറുകോട് ആഞ്ജനേയാശ്രമത്തിൽ നിന്നും സമാരംഭിക്കുന്ന ശ്രീരാമരഥം കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ പ്രയാണം പൂർത്തിയാക്കിയതിനു ശേഷം കർണാടക സംസ്ഥാനത്തിലേക്ക് പ്രവേശിക്കുകയും ഗോകർണം മഹാദേവ ക്ഷേത്രത്തിലെ അഭിഷേക പൂജാതി കർമ്മങ്ങൾക്ക് ശേഷം കൊല്ലൂർ മൂകാംബികാ ദേവി ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുകയും ചെയ്യും. കൊല്ലൂർ മൂകാംബികാ ദേവി ക്ഷേത്ര സന്നിധിയിൽ നിന്ന് ക്ഷേത്ര ശ്രീകോവിൽ നിന്നും പകർത്തിയെടുക്കുന്ന ഭദ്രദീപം ശ്രീരാമരഥത്തിൽ പ്രതിഷ്ഠിച്ചതിന് ശേഷം ദക്ഷിണ കർണാടകത്തിലെ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിലെ സ്വീകരണ പരിപാടികൾക്ക് ശേഷം വയനാട് ജില്ലയിലൂടെ തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. തമിഴ്നാട്ടിലെ 10 ജില്ലകളിൽ രഥം പരിക്രമണം പൂർത്തിയാക്കും. തമിഴ്നാട്ടിലെ ഊട്ടി, കോയമ്പത്തൂർ, മധുര, പഴനി, രാമേശ്വരം, കന്യാകുമാരി എന്നീ തീർത്ഥ സ്ഥാനങ്ങളിൽ, തീർത്ഥ കേന്ദ്രങ്ങളിലും ക്ഷേത്രങ്ങളിലും ആശ്രമങ്ങളിലുമെല്ലാം വിവിധ സ്വീകരണ പരിപാടികൾക്ക് ശേഷം ശ്രീരാമ നവമി ദിനമായ ഏപ്രിൽ മാസം 6-ാം തീയതി കന്യാകുമാരി ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുകയും ക്ഷേത്ര ശ്രീകോവിൽ നിന്നും പകർത്തിയെടുക്കുന്ന ഭദ്രദീപം രഥത്തിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്യും. കന്യാകുമാരിയിലെ സാഗര പൂജ നിർവഹിച്ചതിന് ശേഷം കന്യാകുമാരിയിൽ നിന്ന് തിരികെ പ്രയാണം ആരംഭിച്ച് കേരളത്തിൽ തിരികെ എത്തുകയും തിരുവനന്തപുരം ചെങ്കോട്ടുകോണം ശ്രീരാമദാസ് ആശ്രമത്തിൽ രാമനവമി ദിനമായ ഏപ്രിൽ മാസം 6-ാം തീയതി രാത്രി നടക്കുന്ന ചപ്രത്തിൽ അഭിഷേകത്തിൽ പങ്കെടുക്കുകയും അതിനുശേഷം ഏപ്രിൽ മാസം 7-ാം തീയതി അവിടെ നിന്നും തിരിച്ച് കേരളത്തിലൂടെ പ്രയാണം ആരംഭിച്ച് ഏപ്രിൽ മാസം 8-ാം തീയതി വൈകുന്നേരം 5 മണിയോടുകൂടി ചെറുകോട് എത്തിച്ചേരുകയും ചെയ്യും. ചെറുകോട് ഏപ്രിൽ മാസം 8-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് എത്തിച്ചേരുന്ന ശ്രീരാമരഥത്തെ അവിടെ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ വെച്ച് ശ്രീരാമരഥത്തിൻ്റെ രഥയാത്രയുടെ ഉദ്ദേശലക്ഷ്യത്തിൽ പ്രധാനപ്പെട്ട ഹനുമാൻ ചാലീസ പ്രചരിപ്പിക്കുക എന്നുള്ള മഹത്തരമായിട്ടുള്ള ദൗത്യത്തിന് തിരിതെളിയുകയും ചെയ്യും. അതിനുശേഷം ഏപ്രിൽ മാസം 8-ാം തീയതി രാത്രിയോടുകൂടി ആശ്രമത്തിൽ തിരിച്ചെത്തുന്ന രഥത്തിൽ നിന്നും പകർത്തിയെടുക്കുന്ന ഭദ്രദീപം യാഗശാലയിലെ കിടാവിളക്കിലേക്ക് പ്രതിഷ്ഠിക്കുകയും ഏപ്രിൽ മാസം 9-ാം തീയതി മുതൽ 17-ാം തീയതി വരെ യാഗശാലയിൽ വെച്ചുകൊണ്ട് ശ്രീരാമായണ നവാഹയജ്ഞത്തിന് തിരിതെളിയുകയും ചെയ്യും. ഏപ്രിൽ മാസം 9-ാം തീയതി മുതൽ 17-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന രാമായണ നവാഹയജ്ഞത്തിന് ശേഷം 17-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം മഹാ ആറാട്ടോടുകൂടിയിട്ട് ഈ വർഷത്തെ ആശ്രമത്തിൻ്റെ വാർഷിക പരിപാടികൾക്ക് സമാപനം കുറിക്കുകയും ചെയ്യും. തദവസരത്തിൽ എല്ലാവിധ ചടങ്ങുകളിലും പങ്കെടുക്കുന്നതിന് എല്ലാ ഭക്തജനങ്ങളെയും ആശ്രമാങ്കണത്തിലേക്കും രഥയാത്രയ്ക്ക് സ്വീകരണം നൽകുന്ന ഇടങ്ങളിലേക്കുമെല്ലാം ക്ഷണിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശ്രമത്തിൻ്റെ വാർഷിക പരിപാടികളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജയ് സീതാറാം.